ഹലോ. അപ്പം ഇന്ന് ഒരു ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ്. ഇന്ന് വിശേഷം എന്ന് പറയാനായിട്ട് എന്താ പറയുക, ഞങ്ങളുടെ ഫർഹാൻ മോൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് പറമോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഫർഹാനെ, ഫറു വന്നേ. ഇങ്ങോട്ട് നോക്കിയേ, ഇതാണ് ഹാപ്പി ബർത്ത്ഡേ കാരൻ കേട്ടാ. ഒരു ഹായ് പറഞ്ഞടാ. ഹായ്. ഓക്കെ. അപ്പോൾ ഇന്നിപ്പോൾ മദർസയിൽ പോകാൻ ഇറങ്ങിയാണ്. ഇന്ന് സ്കൂളിലല്ല. അപ്പോൾ മദർസയിൽ മിഠായി മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മേടിച്ച് കൊടുത്തിട്ട് വേണം മദർസയിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ആഗസ്റ്റ് 9, 2019 ആഗസ്റ്റ് ഈ 9-ാം തീയതി ഞങ്ങളെ കാർമൽ ഹോസ്പിറ്റലിലെ റഫീഖ് ഡോക്ടറും എല്ലാവരും ഒന്ന് പേടിപ്പിച്ച ദിവസമാണ്. അതായത് ഫറുമോൻ്റെ ഡെലിവറി കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞിട്ടും ഡോക്ടേഴ്സൊന്നും പറയാതായി കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും അന്വേഷിച്ച് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവനെ പെട്ടെന്ന് എടുത്ത് NICUവിലോട്ട് കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയാണ്, ഡോക്ടർ പറഞ്ഞ്, എന്നെ റഫീഖ് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞ് കൊച്ചിന് ഹാർട്ട് ബീറ്റ് ഇല്ല, ബുദ്ധിമുട്ടുള്ള കേസാണ്, അപ്പോൾ എത്രയും പെട്ടെന്ന് വേറെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലോട്ട് മാറ്റണം എന്ന് പറഞ്ഞ് ഞങ്ങളാകെ പേടിച്ച ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ നല്ലത് ഏതാണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എടാ പറയാൻ എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്താ. അങ്ങനെ ഹോസ്പിറ്റലിൽ നല്ലതാണെന്ന് അന്വേഷിച്ച് ഡോക്ടർ തന്നെ പറയായിരുന്നു ലൂർദിലാണ് ബെറ്റർ ഡോക്ടർ ഉള്ളത്, അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞ്. അങ്ങനെ അപ്പോൾ അവിടുന്ന് അവർ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ അവിടുന്ന് ലൂർദിലെ ആംബുലൻസിനെ വിളിച്ച് അവർ വന്ന്, ഋഷികേശ് സാർ എന്ന് പറഞ്ഞൊരു സാറാണ് ആദ്യം വന്നത്. പുള്ളി വന്നു കഴിഞ്ഞുകൊണ്ട് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ്, റിസ്ക് പിടിച്ച കേസാണ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് എന്തോ ആവട്ടെ നമുക്ക് ഇതാണല്ലോ, അങ്ങനെ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞ് അവനെ നേരെ വെന്റിലേറ്ററോട് മാറ്റി. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ മെയിൻ ഡോക്ടർ ലൂർദില റോജോ ഡോക്ടർ വന്നത്. റോജോ ഡോക്ടർ വന്ന് കയറി എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ അൽഹംദുലില്ലാ അള്ളാഹു അവിടുന്ന് നമുക്ക് എല്ലാം റെഡിയാക്കി തന്നു. ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. അപ്പോൾ നമ്മൾ ഓടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഇവരെ മദർസയെ കൊണ്ടുപോയി ഇന്ന് ഞായറാഴ്ചയുള്ള ഇത്തിരി വഴിയേ പോവുള്ളൂ. അപ്പോൾ ഓടാൻ ഇറങ്ങുമ്പോൾ ഇത് കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്താ പറയുക, വീട്ടിൽ വെച്ച് യൂബറും റാപ്പിഡും ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ യൂബറിൽ നമുക്കൊരു വീടിൻ്റെ അടുത്ത് നിന്ന് തന്നെ ചൂർണിക്കര ഗ്ലോബൽ വില്ലാസിലോട്ട് ഒരു ഓട്ടോ അടിച്ച്. അപ്പോൾ അത് അവരെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യാൻ വന്ന സമയത്ത് ആ വില്ലയുടെ അവിടെ നിന്ന് ഒരു കാർ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടായി. കാർ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് എന്താ പറയുക, ഇവിടെ വന്ന് തട്ടി. അവിടെ ഒരിത്തിരി പെയിൻറ്റ് പോയിട്ടുണ്ട് കണ്ട. വേറെ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല, ഒരിത്തിരി പെയിൻറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു പെങ്കൊച്ചാണ്, ഓടിച്ച് പഠിക്കണുള്ളൂ, ലൈസൻസ് ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പോൾ ഇറങ്ങി വന്ന് പതുക്കെ തട്ടി. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ റൂട്ട് കറക്റ്റായിട്ട് പോകണം. അവരെ വില്ലേന്ന് കൂടെ ഇറങ്ങി വേണ്ടി നമ്മൾ മെയിൻ റോഡിൽ കൂടെ പോണ്. അപ്പോൾ കൊച്ച് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടാനായിട്ടായിരിക്കുള്ളൂ. വന്നിട്ട് തട്ടി അവരവിടെ ഇറങ്ങി വന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് എന്താ വെച്ചാൽ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്നും പറയാനില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റ് പോയിട്ടുള്ളൂ, എന്താ വെച്ചാൽ സാറിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി വേഗം വണ്ടിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത്, എന്തിനാ ഫോട്ടോ എടുത്തതെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. എൻ്റെ വണ്ടി പോകുന്ന ഇടിച്ചാൽ എൻ്റെ വണ്ടിയുടെ ഫോട്ടോ പുള്ളി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊന്നും നമുക്കറിയില്ല, അത് എന്തോ ഓട്ടെ, നമുക്ക് അതിന് പുറകെ പോകാൻ നേരമില്ല. പുള്ളി എന്നിട്ട് എനിക്കൊരു നിസ്സാരമായിട്ടൊരു പൈസ, ഒരു ചെറിയൊരു പൈസ എടുത്ത് കൈ തന്നുകൊണ്ട് പറഞ്ഞ്, ഇത് ഞാൻ ഷർഫുദ്ദീൻ ഇത് മേടിക്കാതെ പോയാൽ ശരിയാവില്ല, കാരണം വെച്ചാൽ ഇത് ഇവക്കൊരു പാടായിരിക്കണം, ഇനി അതങ്ങനെ വരാൻ പാടില്ല, അതാണിതാന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി നമ്മുടെ വണ്ടിയുടെ ഫോട്ടോ എടുത്ത് എനിക്ക് ആ ചെറിയൊരു പൈസ കൊണ്ട് പുള്ളി പോയിട്ടുണ്ട്. പുള്ളിയുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇത്തിരി പെയിൻ്റൊക്കെ പോയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാ എൻ്റെ വണ്ടിയുടെ ഫോട്ടോ എടുത്തതെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വണ്ടി ഇപ്പോൾ കൊന്നിടിച്ചുകൊണ്ട് എൻ്റെ വണ്ടിയുടെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. നമ്മൾ പിന്നെ ഒരു വിഷയം ഈ കാലത്ത് തന്നെ ഒരു വിഷയം ഉണ്ടാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. കാരണം നമ്മുടെ വണ്ടി കൊണ്ട് കയറ്റിക്കൊണ്ട് നമ്മൾ ന്യായം പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് അവരുടെ ഭാഗത്ത് വന്ന് തെറ്റ്, അവർ ന്യായം നമുക്ക് ചെയ്യണം. പുള്ളി നമുക്ക് ഏതാണ്ട് വലിയൊരു എമൗണ്ട് തന്ന പോലെയൊക്കെയാണ് പുള്ളി പറഞ്ഞുകൊണ്ട് പോയി. അതൊന്നും വിഷയമില്ല, പോട്ടെ, നമ്മളെന്തായാലും നമ്മുടെ വണ്ടി ടെസ്റ്റ് ആകുമ്പോൾ നമ്മൾ പെയിൻറ്റ് ചെയ്യണം ഒക്കെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ പിന്നെ ഞാനപ്പോൾ അതിങ്ങനെ പറഞ്ഞു, എൻ്റെ വണ്ടിയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് എന്ത് കാര്യത്തിലാണ് എനിക്ക് ഇപ്പോഴും പിടികിട്ടുള്ളത്. കാരണം എൻ്റെ വണ്ടി പോകുന്നത് എൻ്റെ വണ്ടിയിൽ നിന്ന് പാസഞ്ചറും പറഞ്ഞു ആ വണ്ടി പോകുന്നത് ഇടിപ്പിച്ചതല്ലേ ഇത്. ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ CNG അടിക്കാൻ വന്നിട്ടാണ്, CNG അടിക്കാൻ പമ്പിലാണ്.
അപ്പോൾ എത്ര വരെ കയറും നോക്കാം. എനിക്കൊണ്ട് ആ കാറന്നെ ഇപ്പോൾ നമ്മൾ വിഷയം ഉണ്ടാക്കുക എന്നുള്ള പേടിയും കൂടി ചിലപ്പോൾ ഫോട്ടോ എടുത്തിട്ട് പോയതായിരിക്കും കേട്ടോ. എന്തോ ഓട്ടെ, നമ്മൾ ഒരു തെറ്റും ന്യായവും ഒന്നും പുള്ളിയെടുത്ത് പറയാൻ പോയില്ല. കാരണം നേരെ കാണാൻ നേരെ ഇറങ്ങിയൊന്നും ഇടിക്കുന്നത്. പിന്നെ ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുള്ളിയുടെ വണ്ടിയുടെ ഫോട്ടോ കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കാൻ പോയില്ല. കാരണം നമുക്കറിയാം അവരൊന്നും ഇടിച്ചാൽ മതി. പിന്നെ നമുക്ക് ഇങ്ങനെ അതിൻ്റെ ആവശ്യമുള്ള അതുകൊണ്ട് നമ്മൾ എടുത്തില്ല കേട്ടോ. അപ്പോൾ 439 ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ CNG അടിച്ച് കഴിഞ്ഞിട്ട് വന്ന് നേരെ ആലുവ ബൈപ്പാസിലാണ് വണ്ടി ഒതുക്കിയത്. അപ്പോൾ ആലുവ ബൈപ്പാസിൽ വണ്ടി ഒതുക്കി കഴിഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഒന്ന് മാതാ തിയേറ്ററിൻ്റെ അവിടെ വരെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളി വണ്ടിയിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തൊട്ടടുത്ത് സ്റ്റാൻഡുണ്ട്, ഓട്ടോ സ്റ്റാൻഡുണ്ട്. ഓട്ടോ സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളത് അവിടുന്ന് ഓട്ടോ എടുക്കുന്നത് ശരിയല്ല. കാരണം വെച്ചാൽ ഞാൻ ഒതുക്കിയത് ഓട്ടോ സ്റ്റാൻഡിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ്. നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ണാടിയിലോട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഓട്ടോറിക്ഷയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അത് ശരിയാവില്ല. കാരണം വെച്ചാൽ ഞാൻ യൂബർ ഓടുന്ന ആളാണ്. അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഞാൻ വണ്ടി ഇട്ടേക്കുന്നത്. ചേട്ടൻ യൂബർ അടിച്ചിട്ടാണ് വന്ന് വണ്ടി കയറുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഓട്ടം കൊണ്ടുപോകും. പക്ഷേ ചേട്ടൻ യൂബർ അടിച്ച് വന്നേക്കണ ആളല്ല, അല്ലാതെ വന്ന് വണ്ടി കയറിയ ആളാണ്. അപ്പോൾ എനിക്കത് എടുക്കണതിൽ വെച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവരും ഓടാൻ വന്ന് കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് നമ്മളങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടൻ പണി വണ്ടി തന്നിരിക്കും, ഞാൻ ആ ചേട്ടനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ചേട്ടനെ വിളിച്ചു. അപ്പോൾ ആ ചേട്ടനെ വിളിച്ചപ്പോൾ ആ ചേട്ടൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ വണ്ടിയിൽ ആൾ വന്ന് കയറുന്നത്. അപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞ്, ഞാൻ പറഞ്ഞു ചേട്ടാ ഓട്ടം വരാൻ പറഞ്ഞതിന് വിളിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് ഇല്ല നീ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് നീ കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല ചേട്ടാ ഇതല്ല ഓട്ടം ഇത് പോകാനാണെന്ന് പറഞ്ഞു. ആ പുള്ളി പറഞ്ഞു ഇല്ലടാ നീ കൊണ്ടുപോക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ സമ്മതം കിട്ടി, കൊണ്ടുപോക്കോളം പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ആ ഓട്ടോ എടുത്തു. കാരണം വെച്ചാൽ ഞാൻ യൂബർ അടിച്ചേക്കണതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോ അവിടെ നിന്ന് എടുക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കസ്റ്റമർ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർ യൂബർ വിളിച്ച് അവർക്ക് ഇഷ്ടമുള്ള വണ്ടി വിളിച്ച് പോകുന്നതാണ്. പക്ഷേ സ്റ്റാൻഡിൽ വന്നിട്ട് സ്റ്റാൻഡാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ആ പുള്ളിയുടെ വണ്ടി കയറിയത്. അപ്പോൾ നമ്മൾ ആ ഓട്ടോ ഒരിക്കലും എടുക്കാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരും അരിവടിക്കാൻ നടക്കുന്നതാണ്, നമ്മളും അരിവടിക്കാൻ നടക്കുന്നതാണ്. അപ്പോൾ പിന്നെ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ചേട്ടൻ വിളിച്ചപ്പോൾ ആ ചേട്ടന് സമ്മതം കിട്ടി. ചേട്ടൻ പറഞ്ഞ് കൊണ്ടുപോക്കോ നീ കൊണ്ടുപോക്കോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ചേട്ടൻ ഇപ്പോൾ വണ്ടി കയറിയപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് പറയുകയാണ് മോൻ ചെയ്ത കറക്റ്റ് നല്ലൊരു കാര്യം ഉണ്ടാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ചെയ്യരുതായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂബർ വിളിച്ച ആളല്ലല്ലോ, ഞാൻ അങ്ങനെ സ്റ്റാൻഡാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വന്ന് വണ്ടി കയറിയതെന്ന് പറഞ്ഞു. അപ്പോൾ മോനെ ആ പുള്ളിനെ വിളിച്ച് ചോദിച്ചിട്ടാണുള്ളത്. അത് നല്ലൊരു കാര്യമായിട്ടൊന്ന് ഈ പ്രായമുള്ള മനുഷ്യൻ എന്നോട് പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം വെച്ചാൽ നമ്മുടെ വണ്ടി ഒതുക്കി കഴിയുമ്പോൾ ആലുവയിൽ പലവരും വന്ന് വണ്ടി കയറി ഓട്ടം പോട്ടെ എന്ന് പറയാറുണ്ട്. പക്ഷേ നമ്മൾ സ്റ്റാൻഡിൻ്റെ ഒരു 100 മീറ്റർ അപ്പുറത്തോ അല്ലെങ്കിൽ 50 മീറ്റർ അപ്പുറത്തോ നമ്മൾ കിടക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഓട്ടം സ്റ്റാൻഡിലോട്ട് പോയി വണ്ടി വിളിച്ചോടെ പറയാറ്. പക്ഷേ ആ 50 മീറ്ററിൻ്റെ അടുത്തും യൂബർ ബുക്ക് ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഓട്ടം ഞാൻ എടുക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ യൂബർ ബുക്ക് ചെയ്തിട്ട് നമ്മുടെ വണ്ടി ബുക്ക് ചെയ്തിട്ട് ഞാൻ വന്ന ഒരു ഓട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഓട്ടോ എടുക്കണേ കൊണ്ട് യാതൊരു തടസ്സവും അതിലില്ല. ആ സമയം യൂബർ ബുക്ക് ചെയ്യാതെ വന്നിട്ട് വണ്ടി കയ്യാണിച്ച് കയറാൻ അത് എടുക്കാതെ മോശമുള്ള പരിപാടി തന്നെയാണ്. പിന്നെ ആൾക്കാർ കൊണ്ടുപോകുണ്ടാവും, ഇല്ലായിരുന്നില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യരുത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്നുള്ള ഒരാൾ യൂബർ ബുക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടി വന്ന് വിളിച്ച് നമുക്ക് കയറിപ്പോൾ ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലും എല്ലാ സ്ഥലത്തും നമ്മൾ അങ്ങനെ എടുത്തുകൊണ്ട് പോകാറുണ്ട്. അവരും മിണ്ടാറില്ല. കാരണം വെച്ചാൽ യൂബർ അടിച്ച് വന്നാന്നുള്ളത് അവർക്കും അറിയാം. യൂബർ അടിക്കാതെ വന്നിട്ട് കൈ കാണിച്ച് കയറിപ്പോകുന്നത് അതൊരു മോശമുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് എടുക്കാറില്ല. പിന്നെ ഇങ്ങനൊരു സംഭവം നടന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചാണത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഓട്ടം വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനിന്നിപ്പോൾ ആകെ 2 ട്രിപ്പാണ് യൂബറിൽ എടുത്തിട്ടുള്ളൂ. ഇത്രയും ഒരു കൺഫേം ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നിർത്തി വീട്ടിലോട്ട് പോകണ വഴിക്ക് നമ്മുടെ ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളിൽ കയറി കഴിയുമ്പോൾ ഒട്ടുമിക്ക സ്റ്റാൻഡിലും വണ്ടികളില്ല. അപ്പോൾ ഞാൻ പോരുമ്പോൾ തന്നെ ഒരുപാട് പേര് അവിടെ ഇവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ട് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് നിന്ന്. ഞാൻ നോക്കുമ്പോൾ വണ്ടികളില്ല. ഞാനൊരു ട്രിപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ട്രിപ്പും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ, ഒരാളല്ലേ നമുക്ക് കൊണ്ടുപോയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെ നിന്ന് 3 ടീം പേര് കൈ കാണിച്ച് വണ്ടി നോക്കി നിൽപ്പുണ്ട്. അവിടെ സ്റ്റാൻഡിൽ നിലവിൽ സ്റ്റാൻഡുള്ള സ്ഥലമാണ്, അവിടെ നിലവിൽ വണ്ടികളില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആൾക്കാർ മറ്റുള്ള ഇതൊക്കെ ആശ്രയിക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ടീമിനെ ഞാൻ എടുത്ത് ഇതിപ്പോൾ കീഴ്മാട് കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഒരു 3 ടീമെങ്കിലും അവിടെ നിന്ന് വണ്ടി കൈ കാണിക്കുന്നുണ്ട്. നിലവിൽ ആ സ്റ്റാൻഡിൽ വണ്ടികളൊന്നുമില്ല. അപ്പോൾ ഇപ്പം എനിക്കൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ആലുവക്ക്, ഞാനതൊന്ന് കൊണ്ടുപോയി ആക്കട്ടെ. അപ്പം നമ്മൾ നമ്മുടെ നാട്ടിലെത്തിയിട്ടാണ്. നമ്മുടെ നാട്ടിൽ ഞാൻ പള്ളിയിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഓട്ടം അടിച്ചു നിന്ന്, ആ ഓട്ടം ഒരു കുന്നിൻ്റെ മുകളിലാണ്. അതിപ്പോൾ എനിക്കൊരു 3ാമത്തെ പറ്റാണ് പറ്റുന്നത്. ആ 3 പ്രാവശ്യത്തിൽ 2 പ്രാവശ്യം ഞാൻ ആ ഓട്ടം അക്സെപ്റ്റ് ചെയ്ത് അവരെ കണ്ടുപിടിച്ച് കൊണ്ടുപോയി. പക്ഷേ ഇന്നും ഇപ്പോൾ ആ ലൊക്കേഷനിലാണ് അടിച്ചത്. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കുന്നിൻ്റെ മുകളിലാണ്. ആ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ
ഒരു 6 ഏരിയ ഉണ്ട് അവിടെ. അതായത് എന്താ പറയുക, കീഴ്മാട്, കീരങ്കുന്ന്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, അങ്ങനെ കുറച്ച് ഏരിയകളുണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ സംഭവിച്ച് നമ്മൾ ലൊക്കേഷൻ ഇട്ട് നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു റൂട്ടിലോട്ട് കയറുമ്പോൾ 300 മീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളെ കാണിക്കും. അപ്പോൾ ആ വഴിക്ക് നമ്മൾ തിരിയുമ്പോൾ പിന്നെ കാണിക്കുന്നത് 1.5 കിലോമീറ്റർ അപ്പുറത്താണെന്നാണ്. ഇതേമാതിരി ഒരു കസ്റ്റമറെ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് ചെന്ന് മുകളിൽ ചെന്ന് കഴിഞ്ഞ് ഒരു ചെറിയ വഴി കാണിച്ച് ആ വഴിക്ക് കയറി ചെന്നപ്പോൾ ആ വഴി ഒരു 100 മീറ്റർ അപ്പുറത്ത് ആ വഴി അവസാനിക്കുകയാണ്. പിന്നെ അപ്പുറത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരു താഴത്തോട്ട് ഇങ്ങനെ ഒരു ഇതാണ്, അതായത് കൊക്ക പോലത്തെ ഒരു സംഭവമാണ്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ഈ കസ്റ്റമറെ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഈ കസ്റ്റമർ എന്നോട് പറയണ, ഞാൻ എവിടെ ഇപ്പം നിങ്ങളെവിടെ ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു മാപ്പ് കാണിച്ചൊരു വഴിക്ക് കയറി വന്നിട്ട് ആ വഴി എൻഡിലാണെന്ന് പറയാണ്. ഓ, ഇന്നാളൊരു വണ്ടി വന്നിട്ടും അവിടെ വന്നത്, നിങ്ങൾ റിട്ടേൺ തിരിച്ച് വന്നിട്ട് താഴത്തോട്ട് വാ, ആ റോഡ് നേരെ കുത്തനെ താഴത്തോട്ട് വന്നാൽ ഞാൻ താഴ്ത്താൻ നിൽക്കണമെന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ആ ഏരിയയിലുണ്ട്. അപ്പം ഞാൻ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത്. കാരണം നമുക്കും ഒരു ബുദ്ധിമുട്ട് അറിയരുത്, നമ്മളെ വിളിച്ചാൽ കസ്റ്റമർക്കും ഒരു ബുദ്ധിമുട്ട് അറിയരുത്. കാരണം അവിടെ ഇന്ന സ്ഥലത്തോട്ട് വരാൻ പറഞ്ഞാൽ നമുക്ക് വഴിയൊന്നും ഒരു പിടുത്തവും കിട്ടില്ല. മാപ്പ് കാണിക്കുന്നത് വളരെ തെറ്റുമാണ്. നമ്മൾ വെറുതെ അതിനുള്ളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങാമെന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത്. അപ്പോൾ അതിപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലെത്തി പള്ളിയിൽ കയറാൻ പോവുകയാണ്. നമ്മുടെ പള്ളിയിൽ കയറാൻ പോകണം. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. ഞായറാഴ്ച കാലത്ത് പോയി കഴിഞ്ഞാൽ വല്ലപ്പോഴുമാണ്, അതായത് ടൗണിലോട്ട് പോകണ്ട, ഉള്ളേരിയയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടാമെന്നല്ലാതെ ടൗണിലൊന്നും ഒന്നും നമുക്ക് കിട്ടാൻ പോണില്ല. അപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ട് നമുക്കൊരു അസംസ്കാരം കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയിരിക്കും. ഞായറാഴ്ച ലെക്കാണ്. പക്ഷേ എറണാകുളത്തോട്ടൊക്കെ പോയി ഓട്ടം ഉണ്ടാവുമായിരിക്കും കേട്ടോ, എനിക്കറിയില്ല. ഞാൻ പോകാറില്ല എറണാകുളത്ത്, ഞായറാഴ്ച ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ഉച്ചവരെയുള്ള വിശേഷങ്ങളൊക്കെ ഇതാണ്. അപ്പോൾ ഓക്കെ, ഓടാനിറങ്ങിയവർക്കൊക്കെ നല്ല ഓട്ടം കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ ബൈ.